ഹായ് ഫ്രണ്ട്സ്, KPSTA സ്വദേശ് മെഗാ ക്യൂസ് 2024-25 സബ് ജില്ലാതലം LP വിഭാഗത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എത്ര പേർക്ക് ജില്ലാ തലത്തിലേക്ക് സെലക്ഷൻ കിട്ടിയെന്നും എത്ര മാർക്കാണെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഗാന്ധിജിയുടെ ആത്മകഥ ലോകപ്രസിദ്ധമാണല്ലോ. ഇന്ത്യ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ള കാലഘട്ടമാണ് പരാമർശിക്കുന്നത്? 1869 മുതൽ 1921. ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രം ഏത്? ദ ഇൻഡിപെൻഡൻസ്. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്കേത്? ഹേ റാം. 1933 ജനനം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നാടകകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ അതിശ്രദ്ധേയനായ മലയാളി ആരാണ്? MT വാസുദേവൻ നായർ. ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചതാര്? സുബ്രഹ്മണ്യ ഭാരതി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം? 1906 ദക്ഷിണാഫ്രിക്കയിൽ. ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഈ കായിക താരത്തെ തിരിച്ചറിയൂ. മനു ബക്കർ. 1938 രാജ്യമൊട്ടും സഞ്ചരിച്ച് ദേശസേവികാ സംഘത്തിൽ വനിതകളെ ചേർത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ ധീരനായിക ആരാണ്? അക്കാമ ചെറിയാൻ. ജവഹർലാൽ നെഹ്റു രചിച്ച ഒരു ആത്മകഥ എന്ന കൃതി മറ്റേത് പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത്? സ്വാതന്ത്ര്യത്തിലേക്ക്. നെഹ്റു ഗാന്ധി ആദ്യമായി കൂടിക്കാഴ്ച നടന്ന ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഏത് വർഷമാണിത്? 1916. ഭൂമിയെ വീണ്ടെടുക്കുക, വരൾച്ചയും മരുവൽക്കരണവും ചെറുക്കുക, നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി. ഇത് ഈ വർഷത്തെ ഏതു ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ്? പരിസ്ഥിതി ദിനം. റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്ധം സിംഗ്. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പങ്കാളിത്തത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതയുടെ ചിത്രമാണിത്. ആരാണ് മഹതി? അരുണ ആസഫ് അലി. കവിതയ്ക്ക് 2023-24 വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയതാര്? കൽപ്പറ്റ നാരായണൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം പൂനെക്കടുത്തുള്ള ആഗാഖാൻ ജയിലിലായിരുന്നല്ലോ. എന്നാൽ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു? ജോഹന്നാസ്ബർഗ്. KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു?
കെ മാധവൻ നായർ. ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന നെഹ്റുവിൻ്റെ ഡൽഹിയിലെ വസതി. തീൻമൂർത്തി ഭവൻ. ഇനി നമുക്ക് ടൈ ബ്രേക്കർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? മഹാദേവ ദേശായി. വിശ്വചരിത്രാവലോകനം എന്ന കൃതിയുടെ കർത്താവാര്? ജവഹർലാൽ നെഹ്റു. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? നെൽസൺ മണ്ടേല. ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ജോൺ റസ്കിൻ.